ഭാരതീയ ജനതാ പാർട്ടി വളരെ സന്തോഷത്തോടുകൂടിയും ഊർജത്തോടുകൂടിയുമാണ് ഞങ്ങൾ ആരാധ്യനായിട്ടുള്ള ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വരവേറ്റത്. പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ബൂത്ത് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പ്രാദേശിക വികസന സമിതികൾ, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പഞ്ചായത്ത് ഉപരി കാര്യകർത്താക്കന്മാരുടെ കുറഞ്ഞ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ആ പരിപാടിക്ക് ശേഷം വളരെ സന്തോഷത്തോടുകൂടി ഹോം മിനിസ്റ്റർ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ ഹോം മിനിസ്റ്റർ എല്ലാവരുടെയും ഹോം മിനിസ്റ്ററാണ്. എന്നാൽ ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി ഗുജറാത്തിലെ ഒരു ചെറിയ ചുമതലയിൽ നിന്ന് ഒരു സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങി ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, രാഷ്ട്രീയത്തിൽ മറ്റൊരു പേരും പകരക്കാരനില്ലാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ആദരണീയനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം നടന്നു നീങ്ങിയിട്ടുള്ള കനൽ വഴികൾ, അതെല്ലാം താണ്ടി ഇന്ന് അദ്ദേഹത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ പാർട്ടിയുടെ രക്ഷക സ്ഥാനത്താണ്. കാരണം ഒരുപാട് കടമ്പകളിലൂടെ രാജ്യത്തെ ഉയർത്താൻ എന്താണോ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊഴിയാതെ മോദിജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കാൻ, കർമ്മ പന്താവിലെത്തിക്കാൻ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ച വിജഗീഷുവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറും, അതിലുപരി രാജ്യദ്രോഹികളോട് ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാത്ത അതിശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത ഒരു മനുഷ്യനുമാണ് ശ്രീമാൻ അമിത്ഷാ. ആ അമിത്ഷാജിയെ ഞങ്ങളെല്ലാവരും ചേർന്ന് കേവലം 4 ജില്ലകളിലെ പ്രവർത്തകന്മാർ, അടിത്തറയായിട്ടുള്ള പ്രവർത്തകന്മാർ ചേർന്ന് തിരുവനന്തപുരത്ത് സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്കാണ് പോയത്. കണ്ണൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, കണ്ണൂർ ജില്ല ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കുങ്കുമഹരിത പതാക പിടിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടികൾ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് നെറുകയിലെ സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകൾ, ശ്രീമാൻ ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, സ്വർഗീയനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ ഒരു തെറ്റും ചെയ്യാതെ ക്ലാസ് മുറിയിൽ പിഞ്ചു കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്തിലേക്കും, അതുപോലെ തന്നെ അവരുടെ ക്ലാസ് മുറിയിലെ ബെഞ്ചിൻ്റെ മുകളിലുമെല്ലാം ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ചോരത്തുള്ളികൾ തെറിച്ചു വീഴുകയും അന്ന് കരഞ്ഞ അല്ലെങ്കിൽ കരയിച്ച ഒരു വലിയ പൊതുസമൂഹം കണ്ണൂർ ജില്ലയിലുണ്ട്. എത്രയോ മരണങ്ങൾ, കൊലപാതകങ്ങൾ, അത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ കണ്ണൂരിലേക്ക് പ്രസംഗവും താൻ കേരളത്തിൽ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം ആദരണീയനായിട്ടുള്ള അമിത്ഷാജി കണ്ണൂരിലേക്ക് പോയി. ആ കണ്ണൂരിൻ്റെ മണ്ണിൽ ഒന്നും ആഗ്രഹിക്കാത്ത, ഭാരതീയ ജനതാ പാർട്ടി വളരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന കരുത്തരായിട്ടുള്ള പ്രവർത്തകന്മാരുടെ അഭിവാദ്യവും അവരുടെ മുദ്രാവാക്യം വിളികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീമാൻ അമിത്ഷാജി നടന്നു നീങ്ങി. അവിടെ ഞങ്ങൾക്കുണ്ടായത് ആരാധ്യനായ, ആദരണീയനായിട്ടുള്ള, 2 കാലും വിവാഹത്തിന് തൊട്ടു മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ സംഘങ്ങളാൽ വെട്ടിയെടുക്കപ്പെട്ട ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആ മാതൃകയെ അഭിനന്ദിച്ചതിനെക്കുറിച്ചും ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററുടെ തന്നെ വാക്കുകളിലൂടെ നമ്മുടെ സമൂഹം നോക്കിക്കാണുകയുണ്ടായി. എന്നാൽ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അമേരിക്കയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് വി ഡി സതീശനാണ്.
അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. എന്താ അതിനർത്ഥം ഇതിനു മുൻപും സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു കളിക്കാരനെ MP സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത സമയത്തും കോടതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കോടതി അന്ന് പറഞ്ഞത് വിശാലമായ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വ്യക്തിയെക്കുറിച്ച് കോടതി മുറിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ്. കോൺഗ്രസ് പ്രസ്ഥാനം മണിശങ്കര അയ്യരെ പോലെയുള്ള ആളുകളെ പോലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ ഒരു രാജ്യസഭാ മെമ്പറായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ കടന്നു വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളത്തിൽ വിള്ളലുണ്ടാകും എന്ന് ബോധ്യം വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ തവണ പാർലമെന്റിൽ കിട്ടിയ 20% വോട്ട് അത് 40%-ത്തിലേക്ക് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉയർത്തുമെന്നായപ്പോൾ അതിന് സാധാരണക്കാരുടെ വടക്കൻ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ ഒരു ഘടകമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കിളക്കം വരുമ്പോൾ അവിടെ ആ കോട്ടയെ കാത്തു സംരക്ഷിക്കാനുള്ള സേനാധിപതിയായിട്ടാണ് ശ്രീമാൻ VD സതീശൻ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഒറ്റ അജണ്ടയേ ഉള്ളൂ. എന്താണ് അജണ്ട? ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആർക്കും പ്രത്യേകിച്ചുള്ള ഒരു പ്രയോറിറ്റിയുമില്ല. ഈ പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ സേവകനെ പോലെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് പറയുന്നത് ജോലിക്കാരനെ പോലെ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പ്രകടന പത്രികയിൽ പറഞ്ഞ 370-ാം വകുപ്പ് അത് എടുത്തു കളഞ്ഞു. കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളയും എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു. പക്ഷേ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ആ വകുപ്പ് എടുത്തു കളയാൻ വേണ്ടി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എന്ത് ചർച്ച രാജ്യത്ത് നടന്നാലും ശരി ഞങ്ങളത് എടുത്തു കളയുമെന്ന് തീരുമാനിച്ചു. ആ വകുപ്പ് എടുത്തു കളഞ്ഞു. ഇവിടെ കാശ്മീരിൻ്റെ ഭംഗി കാണാൻ, കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാശ്മീരിലെത്തുകയും അവിടെ തീവ്രവാദികളുടെ അവരുടെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ട് പേര് ചോദിച്ച് തുണി ഉരിച്ചു പരിശോധിച്ചു നോക്കി സ്വന്തം ഭാര്യയുടെ കൺമുന്നിലിട്ടുകൊണ്ട് ഭീകരവാദികൾ നമ്മുടെ മക്കളെ കൊലപ്പെടുത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമാൻ MA ബേബി പറഞ്ഞത് എന്താണെന്നറിയുമോ? MA ബേബി പറയുകയാണ് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഭീകരവാദികൾക്ക് വികാരമുണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ശ്രീമാൻ MA ബേബി സംസാരിച്ചു. അത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഘടകം ശ്രീമാൻ ഖർഗെ ഉൾപ്പെടെയുള്ള ആളുകളോട് കാശ്മീരിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള അവരുടെ തന്നെ നേതാവ് ശ്രീമാൻ ഒമർ അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് തെറ്റാണ്, നിങ്ങൾ ഈ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഘടകം അടിയന്തരമായി സ്റ്റേറ്റ്മെന്റ് തിരുത്തണമെന്ന് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി പറയുകയും ഖാർഗെക്കും കൂട്ടർക്കും ശ്രീമാൻ KC വേണുഗോപാലനും സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ട സാഹചര്യമുണ്ടായി. ഇന്ത്യയോടൊപ്പം, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോടൊപ്പം, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം സ്റ്റാൻഡ് എടുത്ത നിരവധി മുഖ്യമന്ത്രിമാരെ നമ്മൾ കേരളത്തിൽ കണ്ടു. ഒമർ അബ്ദുള്ള അവിടെ മരിച്ചു വീണ മുസ്ലിം ചെറുപ്പക്കാരൻ, ആ മുസ്ലിം ചെറുപ്പക്കാരനെ കുറിച്ചാണ് ശ്രീമാൻ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രൻ്റെ മകൾ പറഞ്ഞത്. ആ മുസ്ലിം ചെറുപ്പക്കാരൻ എനിക്ക് കാവലായി നിൽക്കുകയായിരുന്നു, കാവലായി നിന്നതുകൊണ്ടാണ്, എൻ്റെ സഹോദരനാണ് അയാൾ, അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ രാജ്യദ്രോഹികൾക്കെതിരെ മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ടാണ്. ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്തേറ്റുവാങ്ങാൻ വേണ്ടി ഒമർ അബ്ദുള്ള നേരിൽ ചെന്നു. ആ കർമ്മങ്ങൾ മുഴുവൻ കഴിയുന്നതുവരെ അവിടെ നിലനിന്നു. ഉടൻ തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഇത് നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടു. ഒരേ ഒരു മുഖ്യമന്ത്രി, രാജ്യദ്രോഹികൾ നമ്മുടെ ആളുകളുടെ ചോര കുടിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് മുഖം തിരിഞ്ഞു നിന്നത്. ആ സ്വർഗീയനായിട്ടുള്ള രാമചന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലാനോ
ഭാര്യയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ മകളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ തയ്യാറാകാത്ത ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാലിന്റെ പ്രേതം ബാധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ മാത്രമായിരുന്നു. അപ്പോൾ ആരോടാണ് സ്നേഹം എന്നുള്ളതാണ്. ഭീകരവാദികളോട് സ്നേഹം, ഭീകരവാദികളുടെ മുന്നിൽ അടിയറവ് പറയുന്നു. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭാഗത്തും, മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോട്ടം തട്ടരുത് എന്നാഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിലകൊള്ളുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇനി ആകെ അവശേഷിക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലും കേരളത്തെ ഭംഗിയായിട്ട് ശ്രീമാൻ അമിത്ഷാജി നോക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം നോക്കിയാൽ, അദ്ദേഹം നോട്ടം വെച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ ഒഴുകി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കെമിസ്ട്രി അത് മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ശ്രീമാൻ വി.ഡി. സതീശനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനും ഒരു കാര്യം മനസ്സിലായി. ഒരു പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ 2026 BJPയുടെ NDAയുടെ പല MLA സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്തണമെങ്കിൽ LDF + UDF എന്നുള്ള ഒരു കൂട്ടുമുന്നണി മറ്റൊരു പേരിൽ കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അത്രയും ശക്തമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ ഒരുക്കിയെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേശീയ ലീഡർഷിപ്പും കൊടുത്തിട്ടുള്ള MP സ്ഥാനത്തെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നത്. പാവപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോവുകയാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കും വേണ്ടി വന്നാൽ ഗോവിന്ദൻ മാഷക്കും കണ്ണൂരിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ണൂരിൻ്റെ വികാസം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ഉയർച്ച, അതിനുവേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വികസനം. അതിന് ഒരു സാധാരണ മനുഷ്യനായി മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും BJPക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തന രംഗത്തുണ്ടാകും എന്നുകൂടി പറയുകയും ആ കാര്യം പങ്കുവെച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിൽ ആളുകൾ വരുന്നുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇന്ത്യയിലെ എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ട പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ K. കരുണാകരൻ്റെ മകൾ ശ്രീമതി പത്മജ ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്കാണ് കടന്നു വന്നത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ്, രാജ്യത്ത് ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ് കസേരയിലിരുന്ന അതിപ്രഗത്ഭനാണ് എന്ന് കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ടെങ്കിലും സമ്മതിക്കുന്ന സത്യസന്ധനും സുതാര്യനുമായിരുന്നു എന്ന് അവർ ഇടയ്ക്കെങ്കിലും സമ്മതിച്ചിട്ടുള്ള ശ്രീമാൻ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഞങ്ങളുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു. കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഏതൊരു പ്രദേശമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും 2 പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇടതുപക്ഷവും ശക്തിയുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. 50 പേർ MP-മാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. 50 പേരിൽ നിന്ന് എന്ന് കോൺഗ്രസിൻ്റെ 1ാം UPA ഗവൺമെൻറ്റിന് പുറമേ നിന്ന് പിന്തുണ കൊടുത്തുവോ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനം തുടങ്ങി. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 3 പേരായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തലകുനിച്ചിരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള കോൺഗ്രസിൻ്റെയും മറ്റു പ്രസ്ഥാനത്തിലുമുള്ള ആളുകൾ BJPയിലേക്ക് കടന്നു വരുന്നത് ഈ പാർട്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് മാത്രമേ പറയൂ, പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. തൃശ്ശൂരിൽ നിന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്നതിൽ 1-2 ആളുകൾ തിരിച്ചു പോവുകയുണ്ടായി. എന്തുകൊണ്ട് തിരിച്ചുപോയി? തിരിച്ചുപോയത് അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ഞങ്ങൾ തുടങ്ങിയത്, ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ് ഒരു ഉദാഹരണമായിട്ട്. ഞാൻ തുടങ്ങിയത് 13 വയസ്സിലാണ്. 13 വയസ്സിൽ പൊതുപ്രവർത്തനം തുടങ്ങി. ബാലഗോകുലത്തിലൂടെ ചെറിയ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ നമ്മൾ പറയും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലാൻ സംസ്കൃതം അറിയാത്ത എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രസ്ഥാനമാണ്.
ബാലഗോകുലത്തിലൂടെ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന് ഇത്രയും വർഷമായിട്ട് 9 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ അതിനുള്ള കരുത്ത് നൽകിയിട്ടുള്ളത് ഈ പ്രസ്ഥാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ പാർട്ടിയെ മോൾഡ് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്ന ആളുകളോട് ഞങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ സന്തുഷ്ടിയോടുകൂടി സ്നേഹത്തോടുകൂടി ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പാർട്ടി വിട്ടുപോയവരിൽ ഒരാൾക്ക് 50 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു. പക്ഷേ അത് കടം വീട്ടി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഞങ്ങളിൽ പലരും പട്ടിണി കിടന്നും ബുദ്ധിമുട്ടിയും കനൽ വഴികൾ താണ്ടിയും മക്കൾ വളർന്ന് ജോലി കിട്ടുന്നത് വരെ കഷ്ടപ്പാടുകളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിൽ പലരും മുന്നോട്ട് വന്നത്. അപ്പോൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു തണലാണ്. ആർക്കാണ്? ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തണലാണ്. ആ തണലിൽ ഓരോ കുടകളുമായിട്ട് വർത്തിക്കാനാണ് ഇവിടെ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മാറേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് നല്ലവരായിട്ടുള്ള പുതിയ കുറേ ആളുകൾ ഇന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരിൽ ഒരാൾ ശ്രീമാൻ രാമചന്ദ്രൻ EK. അദ്ദേഹം വലപ്പാടിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞങ്ങൾ ചേർക്കുകയാണ്, ഹൃദയപൂർവ്വം ചേർക്കുകയാണ്. 2 വിമൽ മാസ്റ്റർ. ശ്രീമാൻ വിമൽ മാസ്റ്റർ ദളിത് കോൺഗ്രസിൻ്റെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റാണ്. KPMSൻ്റെ സംസ്ഥാന നേതാവാണ്. തൃശ്ശൂർ അവരുടെ യൂണിയൻ്റെ പ്രസിഡന്റാണ്. അതിലുപരി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ്. അദ്ദേഹത്തെ BJPയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ പോൾ കുന്നേൽ. അദ്ദേഹം 50 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. മുൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പാർട്ടിക്കകത്തേക്ക് സ്വീകരിക്കുന്നു. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ചേർക്കുകയാണ്. ശ്രീമാൻ ഗിരീഷ് TG. അദ്ദേഹം വളർക്കാവിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം DYFIയുടെ ചുമതലക്കാരനായിരുന്നു. മുൻ CPIMൻ്റെ പാർട്ടി മെമ്പറായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം ശ്രീമാൻ ഗിരീഷിനെ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 5ാമത് ശ്രീ രാംകുമാർ G. മേനോൻ. അദ്ദേഹം കേരള കോൺഗ്രസ് എസിൻ്റെ കുറേ കാലം ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ മുൻ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ചേർക്കുകയാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയുടെ കൺട്രി മാനേജറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അറിവും പ്രാപ്തിയുമൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ടെക്നിക്കൽ വർക്കുകളിൽ ഉപയോഗിക്കണം എന്നുകൂടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരാൾ ശ്രീമാൻ വിശാഖ് വിശ്വനാഥ്. കണ്ടാൽ ചെറുപ്പക്കാരനാണെന്ന് തോന്നും, എന്നാൽ അദ്ദേഹത്തിന് ഭാര്യയും 7 വയസ്സുള്ള കുഞ്ഞുമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് വിവാഹം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ്. അദ്ദേഹം നല്ല ഒരു കളിക്കാരനാണ്. 7 പേർ അവർ ചേർന്നുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഫുട്ബോൾ അക്കാദമി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ ചെറുപ്പക്കാരുടെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ രാജ്യത്തിൻ്റെ സ്പോർട്സിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് കോടാനുകോടി രൂപ കേരളത്തിലേക്ക് വരെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നൽകുന്ന ആ ഖേലോ ഇന്ത്യയുടെ കൂടി ഒരുപക്ഷെ ഭാഗമാകാൻ, ചില നിർദ്ദേശങ്ങൾ നൽകാൻ ഈ അക്കാദമിയുടെ വലിയ ചുമതലയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ വിശാഖ് വിശ്വനാഥന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ജോസ് കുറ്റൂക്കാരൻ. അദ്ദേഹം ഒളരിയിലാണുള്ളത്. കോൺഗ്രസ്സിൽ നിരവധി വർഷം പ്രവർത്തിച്ച ആളാണ്. ആ മുൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മിസ്റ്റർ വില്ലി പുതുക്കാട്. അദ്ദേഹം കേരള സമൂഹത്തിന് വളരെ ഒരു വലിയ ഒരു പാഠമാണ്. സ്വന്തം ശരീരത്തിൽ ലിവർ കേടുപാട് പറ്റിയതിന് ശേഷം സ്വന്തം സഹധർമ്മിണി തന്നെ അദ്ദേഹത്തിന് ലിവർ കൊടുക്കുകയും അതിനുശേഷം ഈ കരൾ രോഗത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് തൻ്റെ രോഗം മാറി
കിടക്കയിൽ നിന്ന് എണീറ്റ് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായപ്പോൾ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഈ രോഗം ബാധിച്ചുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് ഒറ്റയ്ക്ക് ബസ് കയറിയിട്ടോ കാറിലോ യാത്ര ചെയ്ത് എത്തി അവരെ കൈപിടിച്ച് സാന്ത്വനിപ്പിച്ച് എങ്ങനെയാണ് ഈ രോഗത്തിൽ നിന്ന് അതിജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെ മരുന്ന് കഴിക്കണമെന്നും എങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെന്നും ഒരു ഡോക്ടറേക്കാൾ കൂടുതൽ വൈദഗ്ധ്യത്തോടുകൂടി സമൂഹത്തിൽ ക്ലാസ് എടുക്കുന്ന ആ മേഖലയിൽ ഒരു കുഞ്ഞു മെന്ററായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മിസ്റ്റർ വില്ലിയെ, ശ്രീമാൻ വില്ലിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമാൻ അമർ പാറണത്താണുള്ളത്. അമറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അമർ കരാത്തെ മാസ്റ്ററാണ്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഫിസിക്കലി ഫിറ്റ് ആവണം എന്ന് ആധുനികമായി കരാത്തയുടെ ഭാഷയിൽ പറയും. എന്നാൽ ഇത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. എന്താണ്? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ, ആ ഗോൾ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്ത് വേണം? പിന്നീട് വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറഞ്ഞു, ബലിഷ്ഠമായിട്ടുള്ള കരങ്ങൾ, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞതുപോലെ ശ്രീമാൻ അമറിൻ്റെ കരാത്തെ അഭ്യാസത്തെ ഞങ്ങളുടെ കുട്ടികൾക്കും നാടിലെ കുട്ടികൾക്കുമൊക്കെ ഇന്ന് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീമാൻ അമറിനെ ഹൃദയപൂർവ്വം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രാജൻ PV, അദ്ദേഹം CPIM-ന്റെ ഒരുപാട് നാളത്തെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം വീണ്ടും നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഈ ജില്ലയിൽ ജനിച്ച് വളർന്ന് ഇവിടെ നിന്ന് കുറേ കാലം പ്രവർത്തിക്കാൻ സാധിച്ചതും അവിടെ തന്നെ കുറേ ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്ന ദിവസം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചുമതല, അത് ഒരു പുതിയ ചുമതലയല്ല. ഞാൻ ഇതിനു മുൻപും സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആദരണീയനായിട്ടുള്ള ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയോടൊപ്പം ശ്രീമാൻ ശ്രീധരൻപിള്ള സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ പറഞ്ഞ തൃശ്ശൂർ ജില്ലക്കാർ ഞങ്ങൾക്ക് ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ സൗകര്യമില്ലെന്നും ഞങ്ങൾ കോർട്ടിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ശ്രീമാൻ സുരേഷ് ഗോപിയെ കഷ്ടപ്പെട്ട് കഠിനപ്രയത്നം ചെയ്ത് വിജയിപ്പിക്കുകയും ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി വരെ തൃശ്ശൂരിൻ്റെ വിജയത്തെക്കുറിച്ച് പാർലമെൻറ്റിനകത്ത് സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ അങ്ങനെയുള്ള തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരനായിട്ട്, സിറ്റി ജില്ലയുടെ അമരക്കാരനായിട്ട് താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് വലിയ പ്രവർത്തനം ചെയ്ത് കടന്നു വന്ന നമ്മുടെ ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും നമുക്കിനി നിയമസഭയ്ക്കകത്ത് ആളുണ്ടാകണം എന്നും പ്രാർത്ഥിക്കാനും ആശംസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അപ്പുറത്ത് നാഗേഷ് ഇരിക്കുന്നുണ്ട്. നാഗേഷിനെ സംബന്ധിച്ച് മേഖലയുടെ പ്രസിഡൻ്റായിരിക്കുകയാണ്. വിവിധ ജില്ലകളുടെ തലവനായിട്ടാണ് പ്രവർത്തിക്കാനുള്ളത്. ജില്ലയുടെ പ്രസിഡൻ്റായി നാഗേഷ് പ്രവർത്തിക്കുന്ന സമയത്ത് വോട്ട് ഡബിൾ ചെയ്യാൻ ശ്രീമാൻ നാഗേഷിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ജില്ലാ പ്രസിഡന്റ് അനീഷാണ്. അനീഷ് പാലക്കാട് ജില്ലയുടെ ചാർജായിട്ട് മറ്റൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ്. ശ്രീമാൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷനാണ്, മുൻ ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹവും മറ്റൊരു ചുമതലയുടെ ഭാഗമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെയധികം കാര്യകർത്താക്കന്മാർ, വളരെയധികം പ്രവർത്തകന്മാർ, ഇവരിൽ നിന്നെല്ലാം നമ്മുടെ ഈ വീട്, ഈ BJPയുടെ ഓഫീസ് എന്ന് പറയുന്നതും BJPയുടെ അമരക്കാരനായിട്ടുള്ള ജസ്റ്റിൻ എന്ന് പറയുന്നതും മറ്റുള്ള മുഴുവൻ ആളുകളും ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായിട്ട് നമ്മൾ മാറും. അങ്ങനെ മാറുമ്പോൾ അടുത്ത മാധ്യമ സുഹൃത്തുക്കൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ നമ്മൾ വിളിക്കുമ്പോൾ ആ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് ഇന്നത്തെ BJPയുടെ ജില്ലയുടെ ചുമതലക്കാർ, മണ്ഡലത്തിൻ്റെ ചുമതലക്കാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എണീറ്റ് നിന്ന് പറയണം, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞാൻ ജയിച്ച ജനപ്രതിനിധിയാണ്, ഞാൻ ഇവിടെ നിന്ന് ഭാവിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പറയും
ഞാൻ MLA ആണ് എന്ന് പറയുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അതിന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവരെ എല്ലാം തന്നെ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. എല്ലാവർക്കും വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം.